ക്യൂട്ട് ആൻഡ് ലവ്ലി ഹോമിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇരുമ്പ് ചീനച്ചട്ടിയുടെ പ്രത്യേകതയെക്കുറിച്ചും അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം അതിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണ്. ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഞാൻ ഒരു 4 പ്രാവശ്യം ഇങ്ങനെ സോപ്പിട്ട് ഒക്കെ കഴുകി. ഈ കാസ്റ്റ് അയണിൻ്റെ ഇരുമ്പ് ചീനച്ചട്ടിയാണ്. 4 പ്രാവശ്യത്തോളം ഞാൻ എണ്ണ പരട്ടി വയ്ക്കും. പിന്നെ സോപ്പിട്ട് വിമ്മിട്ട് കഴുകും. അങ്ങനെ കഴുകി വൃത്തിയാക്കി. ഇതെങ്ങനെ നമ്മൾ ഈ കാസ്റ്റ് അയൺ മേടിച്ചാൽ നമ്മൾ നീറ്റാക്കുക എന്നുള്ളതിൻ്റെ കാര്യം. ഇങ്ങനെ ഇപ്പോൾ ഇതിന്ന് കറുപ്പ് നിറം വരുന്നേ ഇല്ല. അപ്പോൾ ഇത് അത്രയും ക്ലീനായി. മറ്റേ കാസ്റ്റ് അയൺ യൂസ് ചെയ്യണമെന്ന് പറയണതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മേടിച്ചത്. കാസ്റ്റ് അയൺ ആകുമ്പോൾ ശരിക്കും നമ്മുടെ ഇത് പൊട്ടണതല്ല, ഇത് ശരിക്കും ഈ അടിച്ച് പരത്തി മാനുവലായിട്ട് ഉണ്ടാക്കുന്ന ചട്ടികളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ 2 എണ്ണം മേടിച്ച് 2നും കൂടി എനിക്ക് 2000 രൂപ ചിലവാണ്. പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ് വിചാരിച്ച് മേടിച്ചതാണ്. കണ്ടോ, നോൺ സ്റ്റിക്കിൻ്റെ പോലെ ഇരിക്കും ഉള്ളിൽ. നമുക്ക് വളരെ സ്മൂത്തായിട്ട്. ഇതിൽ നമ്മൾ പുളിയുള്ള സാധനങ്ങളൊക്കെ വെക്കണം എന്നാണ്. ഇത് ഇത്തിരി വലിയ തവയാണ് കണ്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാം, എങ്ങനെ നീറ്റാക്കുന്നത് കാണിക്കാം. ഇപ്പോൾ നോക്കിപ്പോൾ എത്ര തുടച്ചാലും മറ്റേങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് കറുത്ത നിറം വരും. വലിയ ഇത് ഇങ്ങനെയാണ് അത് ഫ്രഷാക്കി. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഇനി വീണ്ടും എണ്ണ തേച്ച് ഒന്ന് നമുക്ക് അടുപ്പത്ത് വെച്ച് ആ എണ്ണ ഒന്ന് ചെറുതായി ചൂടാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിനെ ഒന്ന് തിളപ്പിച്ചിട്ട് കളയുക. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ യൂസ് ചെയ്യാനുള്ള ഭാഗമായി, പക്ഷെ ഒന്നും കൂടി അതിനെ ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ. ഇങ്ങനെയാണ് കാസ്റ്റ് അയണിൻ്റെ ചട്ടിയൊക്കെ മേടിച്ച് നമ്മളതിനെ മയക്കി റെഡിയാക്കേണ്ടത്. കണ്ടോ, വളരെ സ്മൂത്താണ്. നോൺ സ്റ്റിക്കിനേക്കാൾ സ്മൂത്തായിട്ടുള്ള കണ്ടു. അതാ ഞാൻ നീറ്റായി ഇത് രണ്ടും പുതിയതാണ്. ഇതെൻ്റെ പഴയ സാധാരണ ഇരുമ്പ് ചട്ടിയാണ്. കണ്ടോ, ഇതുവരെ ഞാൻ നന്നായി ഉപയോഗിക്കും. നല്ല സ്മൂത്താണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ. ഞാൻ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല നമുക്കെന്നാണ് ഇങ്ങനത്തത് ഉപയോഗിച്ചുള്ള ഒരു ഗുണം. അപ്പോൾ ഇത് ഞാൻ എന്താ വെച്ചാൽ ഇത് കുറച്ചുകൂടി ഈ നോൺ സ്റ്റിക്ക് പരുവം കണ്ടോ, നല്ല സ്മൂത്താണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒന്ന് മേടിച്ചത്. അങ്ങനെ ഇത് ഇത്തിരി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എന്ത് തന്നെ ആയാലും പുളിയുള്ള സാധനങ്ങൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പാത്രത്തിൽ നിന്ന് ഒഴിച്ച് വെക്കണം. വെക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഉപയോഗിക്കാം. എന്നിട്ട് അത് ഇതിലായാലും അതെ. പക്ഷേ ഇതിൻ്റെ ഒരു ഇത് എന്താ വെച്ചാൽ ഇത് കുറച്ച് ഇങ്ങനെ ഒരു പൊട്ടുന്ന പരുവാണ്. ഇത് വീണ പൊട്ടും. ഇത് പിന്നെ അങ്ങനെയില്ല, വീണ പൊട്ടില്ല. ഇതെന്തോ നമ്മൾ വേറെ മെറ്റൽ എന്തോ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഇരുമ്പ് ചീനച്ചട്ടികൾ ഉണ്ടാക്കുക. ഇത് ശരിക്കും വെറും കാസ്റ്റ് അയൺ തന്നെ. നല്ല വെയിറ്റാണ് ഇതിന്, നല്ല വെയിറ്റാണ്. ഇതിനുണ്ട് വെയിറ്റ്, അയണിൻ്റെ എല്ലാ സാധനത്തിനും വെയിറ്റ്. പക്ഷേ ഇതിൽ വേറൊരു മിക്സ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് തുടച്ച് കഴിഞ്ഞതാ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് കഴുകി എണ്ണ ഇട്ട് അങ്ങനെ ഇതുണ്ടോ, ഒരു ലേശം കറുപ്പ് പോലും ഒന്നുമില്ല, കാണാണ്ടല്ലോ. ഇങ്ങനെയാണ് അതിനെ മയപ്പെടുത്തുകയാണ്. ഇനി ഞാൻ ഇതിൽ കുക്ക് ചെയ്ത് ഇന്ന് കുറച്ച് കുക്കിങ്, അപ്പോൾ ഇതിലൊന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഞാൻ കഴിയണതും ഇങ്ങനെ ഇരുമ്പിൻ്റെ ഇതിലൊക്കെ ഇത് വറുത്തിടാനായിട്ട് കുഞ്ഞ് ചീനിച്ചിട്ട്. ഇത് വളരെ ലൈറ്റാണ്, ഇത്ര തന്നെ ഹെവിയല്ല. ഇതാണ് ഞാൻ നമ്മൾ വറുത്തിടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചീനച്ചട്ടി ഉപയോഗിക്കും. വലിയ വെയിറ്റില്ല. പക്ഷേ ഇതേപോലെ തന്നെ വെറും മിക്സ് അല്ലാത്ത അയണാണ്, കാസ്റ്റ് അയണാണ് ഇത്. പിന്നെ ഇത് കുറച്ചുകൂടി ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇന്നിപ്പോൾ ഇതിൽ കുക്ക് ചെയ്യാം. പക്ഷേ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടികളൊക്കെ നമ്മൾ എപ്പോൾ ചീനച്ചട്ടിയും പാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞ് കഴുകി സോപ്പൊക്കെ ഇട്ട് കഴുകി വെച്ച് ഒന്നിലധികം ദിവസം നമ്മൾ പിന്നെ ഉപയോഗിക്കണില്ല, നെക്സ്റ്റ് ഡേ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല, നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ എപ്പോഴും അത് കഴുകി കഴിഞ്ഞ് തുടച്ച് നമ്മളൊരു ലേശം എണ്ണമയം പുരട്ടി വയ്ക്കണം. കുറച്ച് എണ്ണമയം പുരട്ടി വയ്ക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇതായിട്ട് അതിൽ തുരുമ്പ് വരില്ല. മറ്റേതെന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാണ്ട് കുറേ ദിവസങ്ങൾ മാസങ്ങളൊക്കെ ഇരിക്കുക വെച്ചാൽ ഇതിൽ റസ്റ്റിൻ്റെ ഇത് കാണും. അപ്പം അത് വരാതിരിക്കാൻ നമ്മൾ ഒന്ന് മയം പുരട്ടി ലേശം ഒരു എണ്ണ ഒരു ബ്രഷ് കൊണ്ട് ഒന്നിങ്ങനെ തടവി കൊടുക്കുക. ഇത് ദിവസവും ഞാൻ ഉപയോഗിക്കും. വറുത്തിടാൻ, ചട്നി വറുത്തിടാൻ, കൂട്ടാനിൽ വറുത്തിടാനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ എണ്ണമയം പറ്റേണ്ട ആവശ്യമില്ല. മറ്റേ ചീനച്ചട്ടി മറ്റേത് ശരിക്ക് വെയിറ്റുള്ള ചീനച്ചട്ടി തന്നെ ഇങ്ങനെ കാസ്റ്റ് അയണിൻ്റെ അല്ല, അതെന്തോ മിക്സ് ഒരു
ഇത് മിക്സ് ചെയ്തിട്ടുള്ള ചീനച്ചട്ടി. ഇതും അതെ, നമ്മൾ ഇതിപ്പോൾ കഴുകി ഇങ്ങനെ നമ്മൾ കമത്തി വയ്ക്കുമ്പോൾ കമത്തി വയ്ക്കുന്ന ഭാഗം നമ്മുടെ തറയിൽ തുടർന്ന സമയത്ത് കണ്ടോ അവിടെ റെസ്റ്റിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് എണ്ണമയം പുരട്ടിക്ക് വെച്ചാൽ അങ്ങനെ വരില്ല. പക്ഷെ എത്രയായാലും ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കണം, നമ്മൾ കമത്തിയല്ലേ വെക്കുക. അപ്പോൾ അങ്ങനെ കമത്തി വയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, അത് അങ്ങനെ പോരണതൊന്നുമല്ല അങ്ങനെ. അപ്പോൾ അതാണ് ഇരുമ്പ് ചീനച്ചട്ടിയുടെ പ്രത്യേകത പറയുന്നത്. അത് വളരെ നല്ലതാണ്, നമുക്ക് വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിൽ കുക്ക് ചെയ്തിട്ട് കാണിക്കാം. കറി റെഡി, നമ്മുടെ ബ്രിഞ്ചോൾ കറി റെഡി. പാകത്തിന് ഗ്രേവി ഇത് റെഡി. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇഡ്ഡലിക്ക്, ചപ്പാത്തിക്ക്, ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കറി. വലിയ ലൂസായിട്ടല്ല, ഇതാ അല്ല കുറേ വെള്ളമായിട്ടല്ല. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.